ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട SIT ഹൈക്കോടതിയിലേക്ക് 1 മാസം കൂടി നീട്ടി നിൽക്കാൻ SIT ഹൈക്കോടതിയിൽ അപേക്ഷ നൽകും. നേരത്തെ 6 ആഴ്ചയാണ് SITക്ക് ഹൈക്കോടതി നൽകിയിരുന്നത്. ബിനിൽ ചേർന്നു വിശദാംശങ്ങളുമായി. ബിനിൽ, ഗുഡ് മോർണിംഗ്. നമ്മൾ നേരത്തെ തന്നെ ഇക്കാര്യം ചർച്ച ചെയ്തതാണ്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ SITക്ക് കഴിയുമായിരിക്കുമോ എന്നുള്ളത് കൂടുതൽ സമയം ചോദിച്ചിരിക്കുന്നു. എത്ര നാൾ, എങ്ങനെയൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? മോത്തി, ഹൈക്കോടതിയിലേക്ക് SIT വീണ്ടും എത്തുകയാണ്. അന്വേഷണം പൂർത്തീകരിക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെടാനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. 1 മാസമെങ്കിലും കുറഞ്ഞത് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകാനുള്ള ഒരു നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്നുള്ളത്. കാരണം എന്തായാലും ഈ കേസിന്റെ അന്വേഷണം നേരത്തെ ഹൈക്കോടതി നിശ്ചയിച്ചു നൽകി 6 ആഴ്ചക്കകം പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നത് ഉറപ്പായി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ 5 ആഴ്ച പിന്നിട്ട് കഴിഞ്ഞു. 6ാമത്തെ ആഴ്ചയിലേക്കാണ് SIT കടക്കുന്നത്. ഇപ്പോൾ N വാസുവിൽ എത്തി നിൽക്കുകയാണ്. അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. പ്രത്യേകിച്ച് ഈ കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള നടപടികൾ സാധ്യമാണോ എന്നതടക്കം ഹൈക്കോടതി ആരാഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ PC ആക്ട് ഈ കേസിൽ ഇട്ടിരിക്കുന്നു. അതിന്റെ തുടർ നടപടികളും ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതായത് ഈ N വാസുവിൽ നിൽക്കുന്നതല്ല ഇതിലെ അറസ്റ്റും തുടർ നടപടികളും. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ SITക്കുണ്ട്. അതിന് കൂടുതൽ സമയം അവർക്ക് ആവശ്യമാണ്. എന്തായാലും ഹൈക്കോടതിയിൽ ഇതുവരെ നടത്തിയ അന്വേഷണ പുരോഗതിയൊക്കെ അറിയിക്കേണ്ടത് ഡിസംബർ മാസം 7-ാം തീയതിയാണ്. പക്ഷേ അത്ര വരെയും SIT കാത്തു നിൽക്കില്ല. അതിനിടയിൽ അവർ ഹൈക്കോടതിയിലെത്തി ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ വിശദാംശങ്ങളും ഇനി തുടർന്ന് ഏത് ദിശയിലാണ് പോകേണ്ടത്, അതിന് എന്തുകൊണ്ട് കൂടുതൽ സമയം വേണം, ആ ആവശ്യങ്ങളൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്താനും കോടതിയിൽ നിന്ന് കൂടുതൽ സമയം തേടിയെടുക്കാനുമുള്ള ഒരു നീക്കമാണ് അവരുടെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നത്. എന്തായാലും ഹൈക്കോടതി ആ സമയം നീട്ടി നൽകുമെന്ന കാര്യം തീർച്ചയാണ്. പ്രത്യേകിച്ച് ഇത്രയധികം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ, നിരീക്ഷണത്തിൽ തന്നെ നടക്കുന്ന ഒരു അന്വേഷണം. കോടതിയും ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം SITക്ക് നൽകുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു നടപടിയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി.